പൂവൻ കക്ക എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി ഓട്ടോ കൊണ്ട് അവിടെ കിടക്കുന്ന കിടപ്പ് കണ്ട. ദേവയാനി ഓട്ടോയും ഈ കക്കായും ഞങ്ങളുടെ നാട്ടിലെ സ്ഥിര കാഴ്ചയാണ്. എന്റെയൊക്കെ കൊച്ചിലേ തൊട്ടേ ഞങ്ങളുടെ നാട്ടിലെ സ്ഥിരം കക്ക കച്ചവടക്കാരൻ ഈ മാമന്. ആദ്യമൊക്കെ സൈക്കിളിലായിരുന്നു, പിന്നെ സ്കൂട്ടറിൽ, പിന്നെ ഇപ്പം നട പെട്ടി ഓട്ടോയിൽ എത്തി നിൽക്കുന്ന കച്ചവടം. ഇപ്പം കുറേ വർഷമായിട്ട് ഈ ദേവയാനിയിലാണ് കക്ക എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഈ കക്ക കിട്ടണമെന്നില്ല കേട്ടോ, പക്ഷെ കക്ക ഉള്ള സമയത്തെല്ലാം രാവിലെയും വൈകിട്ടും കച്ചവടം ഉണ്ടായിരിക്കും. ഈ മാമൻ പറയുന്ന കക്ക ഇപ്പം കിട്ടാനില്ല, ഒരു കക്കയ്ക്ക് 5 രൂപ വരെ വില വരുന്നുണ്ടെന്നൊക്കെയാണ്. എനിക്കറിയത്തില്ല കേട്ടോ. സാധാരണ ഈ വണ്ടി പോകുന്ന സമയത്ത് ഒരു പി സൗണ്ട് ഉണ്ട്, അത് കേട്ടോണ്ടാണ് എല്ലാവരും കക്ക എന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രാവശ്യം കുറച്ച് നാൾ കക്ക ഇല്ലാതിരുന്നിട്ട് കക്കായും കൊണ്ട് ഇറങ്ങി ആരും ശ്രദ്ധിക്കാതിരുന്നപ്പം പുള്ളിക്കാരൻ ഈ പ്രാവശ്യം അനൗൺസ്മെൻറ്റുമായിട്ട് ഇറങ്ങിയത് പൂവൻ കക്ക എന്നൊക്കെ പറഞ്ഞ്. അത് കേട്ടിട്ടെങ്കിലും ആളുകൾ ഇറങ്ങി വന്ന് മേടിക്കട്ടല്ലോ എന്ന്. ഇത് പൂവനാണോ പെടയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. 100 രൂപയ്ക്കായിരുന്നു കക്ക മേടിച്ചേട്ടോ. നല്ല അഴുക്കുള്ളത് കൊണ്ട് 3-4 വെള്ളത്തിലൊക്കെ കഴുകിയെടുത്ത് സന്ധ്യയായി കക്കയുടെ പണി തുടങ്ങിയപ്പോഴേ. പിന്നൊരു കാര്യം പറയാൻ, ഈ കക്കയ്ക്ക് പല നാട്ടിലും പല പേരെ അറിയപ്പെടുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു കക്കയുടെ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കക്ക എന്ന് തന്നെയാണ് പറയുന്നത്. സത്യം. ഇതിൻ്റെ ഇറച്ചിക്ക് കക്ക ഇറച്ചി എന്നും പറയും. അങ്ങനെ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് ചീവീടുകൾ കരയുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഓലയ്ക്കാലും പേപ്പറും കത്തിച്ച് അടുപ്പി വെച്ച് കക്ക പുഴുങ്ങിയെടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ കക്ക പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റൗവിലൊന്നും വെച്ച് പുഴുങ്ങിയാൽ ശരിയാവത്തില്ല കേട്ടോ. അടുപ്പി വെച്ച് തന്നെ പുഴുങ്ങണം. ഇച്ചിരി നേരം നിന്ന് തീയരിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് കക്ക പുഴുങ്ങി കിട്ടുമെന്നേ. നിങ്ങൾക്കൊക്കെ കക്ക എങ്ങനെ കഴിക്കുന്ന ഇഷ്ടം? ഫ്രൈ ചെയ്യാനാണോ, തോരൻ വെക്കാനാണോ, കറി വെക്കാനാണോ, റോസ്റ്റ് ഉണ്ടാക്കാനാണോ? അങ്ങനെ എന്തെല്ലാം ചെയ്യാം. കക്കയിറച്ചി പെറുക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. പക്ഷേ ഈ കക്കയിറച്ചി പെറുക്കുന്നതാണ് ടാസ്ക്. ഇച്ചിരി സമയം നമ്മൾ മെനക്കെടണം. പിന്നെ ഈ ചൂടോടെ പെറുക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്ന് വൈകിട്ട് കക്ക കൊണ്ടുവന്നപ്പം മേടിക്കാനും ഒരു കാരണമുണ്ട്. കുറേ നാളായെന്ന് കക്കാത്തോരൻ കൂട്ടിയിട്ടേ. അപ്പോൾ ആ ഒരു കൊതി കൊണ്ട് മേടിച്ചതാ കക്ക. അമ്മച്ചി ഉണ്ടാക്കുന്ന കക്കാത്തോരനെ സൂപ്പറാ. പക്ഷെ അത് കണക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാൽ ആ ഒരു ടേസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കക്കാത്തോരൻ ഉണ്ടാക്കുന്നത് അമ്മച്ചിയാണ്. ചീനിച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത്, പിന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്ത്. ഇതിനിടയ്ക്ക് തേങ്ങ തിരികിട്ടുണ്ട്. തോരന് തേങ്ങ വേണമല്ലോ. സവാളയിലും പച്ചമുളകിലും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ തേങ്ങയ്ക്കകത്തിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പെറുക്കിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ആ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കക്കാത്തോരൻ ഇവിടെ റെഡി. ഇനി ഇച്ചിരി ചൂട് ചോറും ഈ കക്കാത്തോരനും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട.